ഗുരുപരമ്പരയ്ക്കും പ്രണാമം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ആത്മോപദേശ ശതകം ക്ലാസ് തുടങ്ങുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ആത്മോപദേശ ശതകം നാരായണ ഗുരു മലയാളത്തിൽ എഴുതിയിട്ടുള്ള കൃതികളിൽ ഏറ്റവും പ്രധാനവും ഗുരുവിൻ്റെ അദ്വൈത ദർശനം സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥവും ആണ് ആത്മോപദേശ ശതകം. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ശതകം എന്നുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അതിൽ 100 മന്ത്രങ്ങൾ ഉണ്ട് എന്ന്, അഥവാ 100 ശ്ലോകങ്ങൾ ഉണ്ട് എന്ന്. അപ്പം ഇതിൻ്റെ പേര് ആത്മോപദേശം. അപ്പം നമുക്ക് ആത്മാവിൻ്റെ ഉപദേശം എന്ന് പറയാം, അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ചുള്ള ഉപദേശം, രണ്ടായിട്ടും നമ്മൾക്ക് കണക്കാക്കാം. അപ്പോൾ ആത്മാവിനെ കുറിച്ചുള്ള 100 ശ്ലോകങ്ങളാണ് നമ്മൾ ഈ കൃതിയിൽ പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ആത്മാവ് നമ്മോട് പറയുന്ന 100 ഉപദേശങ്ങളാണ് നമ്മൾ ഈ ഗ്രന്ഥത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ മന്ത്രം നമ്മൾക്കൊന്ന് കേൾക്കാം. അറിവിലുമേറെ അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും. കരുവിനു കണ്ണുകളഞ്ചു ഉള്ളടക്കി തെരുതെരെ വീണു വണങ്ങിയോതിടേണം. അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലും ഒത്തുപുറത്തു. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലും ഒത്തുപുറത്തും. സെക്കൻഡ് പാർട്ട്. ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഓതിടേണം. അപ്പോൾ നമ്മൾക്ക് ഇതിനെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ആദ്യം അറിവിലും ഏറി. അറിവ് എന്താണെന്ന് നമ്മൾക്കെല്ലാം അറിയാം. അതായത് നമ്മൾ പലതരത്തിൽ നമ്മൾ അറിവ് സ്വരൂപിക്കാറുണ്ട്. പുസ്തകങ്ങൾ വായിച്ച് അറിവ് നേടും, അതുപോലെ പലതും കണ്ട് മനസ്സിലാക്കി അറിവ് നേടും, പ്രകൃതിയിൽ നിന്ന് പലതും പഠിക്കും, നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നത് കേട്ട് പഠിക്കും, ഇല്ലേ? നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് നമ്മൾ ഓരോന്ന് മനസ്സിലാക്കി പഠിക്കും. ഇങ്ങനെ പലതരം അറിവുകൾ നമ്മൾ നേടുന്നുണ്ട്. ഈ അറിവുകൾ നമ്മൾ നേടുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച്, അല്ലേ? അതിൽ ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ട്, കർമ്മേന്ദ്രിയങ്ങളും ഉണ്ട്. ഈ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പലതരത്തിലുള്ള അറിവുകൾ നേടുന്നു. പക്ഷേ ഈ അറിവുകളൊക്കെ നമ്മൾ എങ്ങനെയാണ് നേടുന്നത്? അത് എങ്ങനെ നമുക്ക് സാധ്യമാകുന്നു? അതിനാരാണ് നമ്മളെ സഹായിക്കുന്നത്? അതിൻ്റെ പിറകിലിരിക്കുന്ന മന്ത്രം അഥവാ ശക്തി, അതിൻ്റെ പിറകിലിരിക്കുന്ന ശക്തി എന്താണ് എന്ന് മനസ്സിലാക്കുന്നതാണ് അറിവിലും ഏറിയ അറിവ്. അപ്പം അത് ഗുരു അതിൽ ആത്മോപദേശ ശതകം തുടങ്ങുന്നത് തന്നെ അറിവിലും ഏറി എന്നാണ്. നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന ഒരു അറിവിനെ കുറിച്ചല്ല നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ എല്ലാ അറിവുകൾക്കും അറിവായിരിക്കുന്ന, എല്ലാ അറിവുകൾക്കും കാരണമായിരിക്കുന്ന ഒരറിവുണ്ട്. ആ അറിവാണ് എന്തായിട്ട് മാറിയിരിക്കുന്നതെന്നാണ്. അപ്പോൾ അറിവിലും ഏറിയ അറിവ് എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലായി. നമ്മൾ സാധാരണ അറിയുന്ന അറിവുകൾക്ക് അപ്പുറത്തിരിക്കുന്ന, അല്ലെങ്കിൽ സാധാരണമായ അറിവിന് കാരണമായിരിക്കുന്ന ഒരറിവ്. ആ അറിവ് എങ്ങനെയിരിക്കുന്നു? അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലും ഒത്തുപുറത്ത്. അറിഞ്ഞിടുന്നവനായിട്ടിരിക്കുന്നതും അതുപോലെ തന്നെ പുറത്ത് നമ്മൾ കാണുന്നത് എന്താണ്? ലോകം. നമുക്ക് പുറത്ത് കാണുന്ന ഈ ലോകമായിട്ടിരിക്കുന്നതും അറിഞ്ഞിടുന്നവനായിരിക്കുന്നതും. അപ്പൊ ഇവിടെ അറിഞ്ഞിടുന്നവൻ ഏതൊരു അറിവിന്റെ സന്ദർഭത്തിലും അറിഞ്ഞിടുന്നവൻ എന്താണോ അറിയുന്നത്, അത് അറിയപ്പെടുന്നത്,
പിന്നെ നമുക്ക് അറിവ് അഥവാ അറിയുക എന്നുള്ള വൃത്തി. അപ്പൊ അറിഞ്ഞിടുന്നവൻ അവൻ എന്താണോ അറിയുന്നത് അതുപോലെ ഇതിന്റെ മധ്യത്തിൽ നടക്കുന്ന അറിയുക എന്നുള്ള വൃത്തി, അറിവ്. അപ്പൊ ഏത് അറിവിന്റെ സന്ദർഭം എടുത്താലും നമ്മൾക്ക് ഇങ്ങനെ 3 ഭാഗങ്ങൾ കാണാം അല്ലേ. ഇപ്പോ ഞാൻ തന്നെ ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു അല്ലേ, നിങ്ങളത് അറിയുന്നു. അപ്പൊ ഇതിന്റെ നടുക്ക് അറിയുക എന്നുള്ള വൃത്തി നടക്കുന്നും ഉണ്ട്. അപ്പോൾ ഇവിടെ അറിഞ്ഞിടുന്നവൻ തന്നുരുവിലും ഒത്തുപുറത്തും ഉജ്ജ്വലിക്കും. അപ്പൊ ഇവിടെ ഈ അറിവിലും ഏറിയ അറിവിനെ അറിയുന്ന ഒരാൾ വേണം. അല്ലെങ്കിൽ ആ അറിവ് അറിയാൻ ആരെങ്കിലും ഇല്ലെങ്കിൽ അറിവിന് പ്രസക്തി ഉണ്ടോ? അറിവ് അവിടെ അറിവായിട്ടിരിക്കുകയുള്ളൂ അല്ലെ. ഏത് കാര്യവും അറിയണമെങ്കിൽ, ഇത് പേനയാണ് എന്നറിയണമെങ്കിൽ അത് അറിയാൻ ഒരാൾ വേണം, ഇല്ലെങ്കിൽ അത് വെറുതെ അവിടെ ഇരിക്കുകയേ ഉള്ളൂ. അപ്പൊ അറിവിലും ഏറിയ അറിവിനെ അറിയാൻ ഒരാൾ വേണം. അത് നമ്മളാണ്. അതറിയുന്നത് ആരാണ്? നമ്മൾ ഇല്ലേ. അപ്പം ആ നമ്മളായും അറിവിലും ഏറിയ അറിവിനെ അറിയുന്ന നമ്മളായും അതുപോലെ തന്നെ അതിന് നമുക്ക് പുറത്ത് കാണുന്ന ഈ ലോകമായും ഒക്കെ തിളങ്ങി നിൽക്കുന്ന, അങ്ങനെ ഒക്കെ മാറിയിരിക്കുന്ന ഒരു കരുവുണ്ട്. ഇല്ലേ? അതായത് അറിയുന്ന ഞാനായും അറിയപ്പെടുന്ന ലോകമായും മാറിയിരിക്കുന്ന ഒരു കരുവുണ്ട്. ഈ കരുവിന് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ ഗുരു ഉപദേശിക്കുന്നത്? ഈ കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി. നമുക്ക് 5 കണ്ണുണ്ടോ? 5 ഇന്ദ്രിയങ്ങളുണ്ട് അല്ലെ. ഇന്ദ്രിയങ്ങളിൽ ഒന്നാണ് 2 കണ്ണുകൾ അല്ലെ. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും ഉള്ളടക്കി എന്ന് പറഞ്ഞാലോ വേണ്ട രീതിയിൽ മനസ്സിലാക്കി. ഇന്ദ്രിയങ്ങളെ നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കി. ഇന്ദ്രിയങ്ങൾ എപ്പോഴും അതിന്റെ ജോലി, അതിന്റെ പ്രവൃത്തി എടുത്തുകൊണ്ടേയിരിക്കും. ഇന്ദ്രിയങ്ങൾ നമ്മളെ എപ്പോഴും ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി നമ്മളെ ഓടിച്ചുകൊണ്ടേയിരിക്കും. അത് ഇന്ദ്രിയങ്ങളുടെ ജോലിയാണ്, ഇന്ദ്രിയങ്ങളുടെ സ്വഭാവമാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇന്ദ്രിയങ്ങളുടെ സ്വഭാവമാണെന്ന് മനസ്സിലാക്കി അതിനെ നിയന്ത്രിച്ച് നമ്മുടെ വരുതിയിൽ കൊണ്ടുവന്ന് നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് ഈ 5 ഇന്ദ്രിയങ്ങളെയും നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ട്, ഈ കണ്ണുകൾ 5 ഉള്ളടക്കി എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളെ നമ്മൾക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. ഇന്ദ്രിയങ്ങളെ വേണ്ട രീതിയിൽ മനസ്സിലാക്കി അതിനെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് ഈ കണ്ണുകൾ 5 ഉള്ളടക്കി നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ട് തെരുതെരെ വീണ് വണങ്ങി ഓതിടേണം. അപ്പോൾ അങ്ങനെ വളരെ ധ്യാനാത്മകമായി നമ്മൾ ആ കരുവിനെ, ഏത് കരുവ്? അറിയുന്ന ഞാനായും അറിയപ്പെടുന്ന ഈ ലോകമായും തീർന്നിരിക്കുന്ന ആ കരുവിനെ കണ്ണുകൾ 5 ഉള്ളടക്കി നമ്മൾ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് തെരുതെരെ വീണ് പ്രണമിച്ച് ആ കരുവിനെ സദാസമയം പ്രണമിച്ചുകൊണ്ട് വണങ്ങി ഓതിടേണം. ഓതിടേണം എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്തിപൂർവം നമ്മൾ ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് നമ്മൾ ഭക്തിഗാനങ്ങൾ പറയാറുണ്ട്, നമ്മൾ നാമജപം നടത്താറുണ്ട് ഇല്ലേ. ഗുരുക്കന്മാരുടെ വാക്കുകൾ ഉരുവിട്ടുകൊണ്ടും അതുപോലെ തന്നെ ആ ദൈവം എന്നിവിടെ പറയുന്നത് ആത്യന്തികമായ സത്യത്തെയാണ്. ഈ കരുവിനെയാണ് ഇവിടെ ദൈവം എന്ന് പറയുന്നത് അല്ലേ. അതിനെ നമ്മൾ വീണ് വണങ്ങി ഓതിടണം. എപ്പോഴും അതിനെ വേണം സദാസമയം നമ്മൾ ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കേണ്ടത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെയും നമ്മൾ ദൈവം എന്ന് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറുള്ളത് ദൈവത്തെ അല്ലേ. ആ ദൈവത്തിന് നമ്മൾ ഓരോ രൂപമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കൂടുതൽ അതിലേക്ക് എന്താണ് ദൈവം, ആരാണ് ദൈവം എന്ന് നമ്മൾ നമ്മുടെ ബുദ്ധിയും ചിന്തയും ഗുരുക്കന്മാരുടെ വാക്കുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് ഏതാണ് ദൈവം എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. വാസ്തവത്തിൽ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോഴും അവിടെ ഒരു രൂപത്തെ കാണുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് ആനന്ദം ലഭിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ആ കരുവിനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ആ കരുവിനെ ഉണർത്തുമ്പോഴാണ് നമ്മൾക്കൊരു സമാധാനം ഉണ്ടാകുന്നത്. അതിന് ആ ബിംബം ഒരു കാരണമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല. നമ്മൾ വിചാരിക്കുന്നു
നമ്മളവിടെ ആ ദേവിയെ തൊഴുതപ്പോഴാണ് ആ ദേവിയാണ് നമ്മൾക്ക് എന്താണ് നമ്മുടെ സങ്കട നിവൃത്തി ഉണ്ടാക്കിയത്. വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം ഉണർന്ന് പ്രവർത്തിക്കും. ആ സമയത്താണ് നമ്മൾക്ക് സമാധാനം ഉണ്ടാകുന്നത്. കാരണം ഈ ആനന്ദം ഈ ചൈതന്യത്തിൽ തന്നെ ഇരിക്കുകയാണ്. ആ ആനന്ദം നമ്മൾക്ക് ഉണർന്നു കിട്ടാൻ ഒരു കാരണം മാത്രമാണ് അമ്പലത്തിലെ വിഗ്രഹങ്ങൾ, അല്ലേ? അപ്പോൾ ഇവിടെ ഒന്നാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ദൈവം എന്നുള്ള വാക്ക്. ദൈവം എന്നുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ ദീപ്, പ്രകാശം. നമ്മൾക്കറിയാം അല്ലേ? പ്രകാശം എന്നുള്ള ദീപ് എന്നുള്ള എന്താണ് ധാതുവിൽ നിന്നാണ് ദൈവം എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. പ്രകാശം ആണ്. എന്നാൽ ദൈവത്തിനെ ഒന്നുകൂടെ മൂല്യനവീകരണം ചെയ്ത് ഇവിടെ അവതരിപ്പിക്കുകയാണ്. അതായത് ജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക്, അറിവിൻ്റെ തലത്തിലേക്ക് ദൈവത്തെ അവതരിപ്പിക്കുകയാണ് ഈ മന്ത്രത്തിലൂടെ. അല്ലെങ്കിൽ ആത്മോപദേശ ശതകം മുഴുവനും അങ്ങനെ തന്നെയാണ്. ഗുരുവിൻ്റെ അദ്വൈത ദർശനം വളരെ സമഗ്രമായി വിവരിക്കുന്ന ഒരു കൃതിയാണ് ആത്മോപദേശ ശതകം. ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ അറിവിൻ്റെ മേഖലയിൽ ഉൾപ്പെടുത്തി ദൈവത്തെ നമ്മൾ കാണാൻ ശ്രമിക്കുകയാണ്. ഗുരു അങ്ങനെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സകല അറിവുകൾക്കും കാരണം അപ്പുറത്തിരിക്കുന്ന ഒരു അറിവുണ്ട്. ആ അറിവ് ഇവിടെ അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുന്നത് ആരാണ്? അതായത് ഞാനായിട്ടും അറിയുന്ന ഞാനായിട്ടും അറിയപ്പെടുന്ന ലോകമായിട്ടും വിളങ്ങി നിൽക്കുന്ന ഒരു കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ആരാ? അവൻ ഞാൻ തന്നെ, ഇല്ലേ? അപ്പോൾ സകല വസ്തുക്കളെയും ഈ ലോകത്തിലുള്ള സകലതിനെയും അറിയുന്ന ഞാനായിട്ടും അറിയപ്പെടുന്ന ഈ ലോകമായിട്ടും ഇരിക്കുന്നതും ഞാൻ തന്നെ. പക്ഷേ അതിനും അപ്പുറത്തൊരു കരുവുണ്ട് എന്ന് മനസ്സിലാക്കുന്നതും ഞാൻ തന്നെ, അല്ലേ? അപ്പോൾ സകലതും എവിടെയാ വന്നടങ്ങുന്നത്? എന്നിൽ തന്നെയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ദൈവത്തെ കാണേണ്ടത് എന്നിൽ തന്നെയാണ്, അല്ലേ? കാരണം എല്ലാം എൻ്റെ ഉള്ളിൽ, ഞാൻ കണ്ണുകൾ 5 മുള്ളടക്കി ഉള്ളിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു കരുവുണ്ട്. ആ കരുവാണ് നിന്നിലും ഈ ജഗത്തിൻ്റെ സകലതുമായി ഈ ജഗത്തായി മാറിയിരിക്കുന്നതുമൊക്കെ ആ കരുവാണ്. അപ്പോൾ ഇവിടെ ഒന്നായുള്ള ഒരു ദർശനമാണ്. ഇങ്ങനെ മനസ്സിലാക്കുന്നതും ഞാനാണ്. നേരത്തെ പറഞ്ഞു, നമ്മൾ അറിയുന്നവനുണ്ട്, അറിയപ്പെടുന്ന ലോകമുണ്ട്, ഇതിനിടയിൽ അറിവ് എന്നുള്ള വൃത്തിയുണ്ട്, അറിയുക എന്നുള്ള വൃത്തിയുണ്ട്. ഈ ത്രിപുടികളെല്ലാം മുടിഞ്ഞ് ഇപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മളിങ്ങനെ ഈ ത്രിപുടികൾ മുടിഞ്ഞ് പോകുന്നതാണ്. ഏതാ? ഈ കരുവിനെ നമ്മൾ ധ്യാനിച്ചാൽ നമ്മൾ ഇതിനെ മാത്രമേ കാണുകയുള്ളൂ. മറ്റത് കാണില്ലെന്നല്ല, കാണും. പക്ഷെ അതിൻ്റെ പുറകിലുള്ള കഴിവിനെ ദർശിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിസൂക്ഷ്മമായി, അതായത് ഇങ്ങനെ അറിയുന്നതും അറിവിലും ഏറിയ ഒരു അറിവുണ്ടെന്നും ആ അറിവ് തന്നെ അറിയുന്ന ഞാനായും അറിയപ്പെടുന്ന ലോകമായും ഇരിക്കുന്നത്, അല്ലെങ്കിൽ അറിവായും എന്നിൽ സംഭവിച്ച അറിവായും ഇരിക്കുന്നത് ആ കരു തന്നെ എന്നറിയുന്നതും ഞാൻ തന്നെയാണ്, അല്ലേ? അപ്പം അതിന് നമുക്ക് പറയാൻ വാക്കുകളില്ല. അപ്പം ഇവിടെ ഗുരുവിൻ്റെ ഓരോ മന്ത്രത്തിലും, ആത്മോപദേശ ശതകത്തിലെ ഓരോ മന്ത്രത്തിലും പറഞ്ഞു വച്ചിരിക്കുന്ന വാക്കുകളിലൂടെ വിശദീകരിക്കുന്ന ഒരറിവും, എന്നാൽ പറയാതെ പറയുന്ന ഒരു മന്ത്രധ്വനിയും എല്ലാ ശ്ലോകങ്ങളിലും കാണും. പറയാതെ പറഞ്ഞിരിക്കുന്ന അതായത് നമ്മൾക്ക് ഈ വാക്കുകളിലൂടെ തെളിഞ്ഞു വരുന്ന ഒരർത്ഥമുണ്ട്. ഈ അർത്ഥത്തിനപ്പുറത്തേക്ക് ഒരു നിശബ്ദതയുടെ മന്ത്രധ്വനി. ആ നിശബ്ദതയുടെ മന്ത്രധ്വനിയാണ് നമ്മളിവിടെ കാണേണ്ടത്. അതാണ് എക്സ്പീരിയൻഷ്യൽ ഓണ്ടോളജി എന്നാണ് അതിന് പറയുക. അത് നമ്മൾക്ക് അനുഭവിക്കാനേ പറ്റുള്ളൂ, ഇല്ലേ? ഞാനിപ്പോൾ വിശദീകരിച്ചു. അപ്പോൾ ഈ വാക്കുകളിൽ ഞാൻ ഇവിടെ പറഞ്ഞെല്ലാം മനസ്സിലായി. അതെ, അറിയപ്പെടുന്ന ഞാനായും അറിയപ്പെടുന്ന ലോകമായും ഒക്കെ ഒരു കരുവിരിപ്പുണ്ടെന്നും ആ കരുവിനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. പക്ഷേ അങ്ങനെ അറിയുന്ന ഒരു ഞാനുണ്ട്, ഇല്ലേ? അതും മനസ്സിലാക്കുന്ന ഒരു ഞാനുണ്ട്. അപ്പോഴും അവിടെ ഞാൻ ഉണ്ട്, ഇല്ലേ? ഇങ്ങനെ സകലതിനെയും, അത് വളരെ സട്ടിലായിട്ട് വളരെ സൂക്ഷ്മമായി പോകുമ്പോഴാണ് അത് നമ്മൾക്ക് അനുഭവവേദ്യമായി മാത്രം ആഴ്ത്തിയിരുന്നത്. അതിവിടെ പറയാതെ
പറഞ്ഞിരിക്കുകയാണ്. ഗുരുവിൻ്റെ എല്ലാ ശ്ലോകത്തിലും അങ്ങനെയാണ്. കാരണം ഇവിടെ ഫസ്റ്റ് വാക്കിൽ അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ ഇല്ലേ, അവനെ തന്നെ അവസാനത്തെ ശ്ലോകത്തിൽ 100-ാം ശ്ലോകത്തിൽ ഗുരു പറയും ഈ ആത്മോപദേശ ശതകം 1-ാം ശ്ലോകവും 100-ാം ശ്ലോകവും തമ്മിൽ ബന്ധമുണ്ട്. കാരണം തുടങ്ങുന്നത് തന്നെ അറിവിലുമേറി അറിഞ്ഞിടുന്നവനാണ്. അവൻ്റെ ഉരുവിലും ഒത്തുപിടുത്തും ഉജ്ജ്വലിക്കും കരുതുന്ന. ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ 100-ാം ശ്ലോകത്തിൽ ഗുരു പറയും അതും ഇതുമല്ല സദർത്ഥമല്ല അഹം സച്ചിദമൃതമെന്നു തെളിഞ്ഞ്. അഹം സച്ചിദമൃതമെന്ന് തെളിഞ്ഞ് ഈ അറിവുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ അഹം, ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരു ഞാനിരിക്കുന്നു, ആ അഹം എങ്ങനെയാകും? സച്ചിദമൃതമെന്ന് തെളിഞ്ഞ് ധീരനായി. അപ്പോഴാണ് നമ്മൾക്ക് ധീരത കൈവരിക. അപ്പോഴാണ് നമ്മൾ സ്വതന്ത്രനാകുന്നത്. ഒന്നിനെയും പേടിക്കാതെ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ ആദ്യം അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലും ഒത്തുപുറത്തും ഉജ്ജ്വലിക്കും കരുവിനെ മനസ്സിലാക്കുന്ന ഞാൻ എന്തായി മാറും? സച്ചിദമൃതം എന്ന് തെളിയും. അവസാന ശ്ലോകത്തിലും വരും. അപ്പോൾ അതും ഇതുമല്ല, അതും ഇതുമല്ല. അപ്പോൾ ഈ 99 ശ്ലോകത്തിലും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അതാണ് ഇതാണ്. ഓരോ 99 മന്ത്രങ്ങളിലും പറയുന്നത് ജീവിതവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത വിഷയങ്ങളെ അവതരിപ്പിക്കുകയും അതിൻ്റെ പുറകിലിരിക്കുന്ന സത്യത്തെ വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഈ 100 ശ്ലോകങ്ങളിലും ഒരു നൂല് പോലെ ആത്യന്തികമായ സത്യം ഇങ്ങനെ ഒഴുകി വരുന്നതാണ്. അവസാനം ഗുരു പറയും അതും ഇതൊന്നും അല്ല, സദർത്ഥമല്ല, സച്ചിദമൃതമെന്ന് തെളിഞ്ഞ് ധീരനായി സദസത് ഇതി പ്രതിപത്തിയേറ്റ് സത്തോമിതി മൃദുവായി മൃദുവായി അമർന്നിടണം എന്നേ പറയുന്നുള്ളൂ. പിന്നെ നമ്മൾക്കൊന്നും പഠിക്കാനില്ല. നമ്മൾ മൃദുവായി മൃദുവായി അമർന്നങ്ങിരിക്കാനേ പറ്റും. അതായി തീരാനേ പറ്റും. അപ്പോൾ ഗുരു തുടങ്ങുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, അറിവിലുമേറിയ അറിവുണ്ടെന്ന്. പക്ഷേ അങ്ങനെ 100 മന്ത്രങ്ങളും പഠിച്ചിട്ട് അവസാനം ഗുരു പറഞ്ഞു നമ്മൾക്കതിൽ അമർന്ന് അതായി തീർന്ന് മൃദുവായി മൃദുവായി അമർന്നിടണം എന്ന് പറഞ്ഞാണ് നിർത്തുന്നത്. അവിടെയാണ് നമ്മൾക്ക് വിവരിക്കാൻ പറ്റാത്ത, നമ്മൾ അതിലായി നമ്മൾ അനുഭവിച്ചങ്ങിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ ഈ ശ്ലോകത്തിൽ നമ്മൾക്ക് ആത്യന്തികമായ സത്യം എന്തോന്നാണെന്നാണ് ഇതിൽ പറയുന്നത്. ഈ കരു അല്ലേ, അത് ഓണ്ടോളജി. ഈ കരു തന്നെയാണ് ഞാനായും ഈ ലോകമായും തീർന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എപ്പിസ്റ്റമോളജിയായി. അല്ലേ? അപ്പം ആത്യന്തികമായ സത്യത്തെ നമുക്ക് സത്തെന്ന് പറയാം അല്ലേ? ഈ സത്യം തന്നെ ഞാനായി ലോകമായി തീരുമ്പോൾ അത് ചിത്ത്. ഞാനായി ലോകമായി ഇരിക്കുന്നതും വാസ്തവത്തിൽ ആ സത്യം തന്നെയാണ് അല്ലേ? അപ്പൊ അത് ആത്യന്തികമായി ഉള്ളത് എന്താണോ അത് ചിത്ത്. സത്തും ചിത്തുമായി ഇവിടെ അത് രണ്ടും ഈ ഒറ്റ ശ്ലോകത്തിൽ ഗുരുവിന് ഈ കൃതിയിൽ പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾക്ക് ഈ ഒറ്റ ശ്ലോകത്തിൽ മനസ്സിലാക്കാം. അതുകൊണ്ട് കൂടുതൽ ഈ ശ്ലോകം ഞാൻ വിശദീകരിക്കുന്നത്. മറ്റ് ശ്ലോകങ്ങൾ ഇത്ര കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ കരു സത്ത് പറയുന്നുണ്ട്, ചിത്ത് പറയുന്നുണ്ട്. ഈ ഓണ്ടോളജിയും എപ്പിസ്റ്റമോളജിയും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതിന് ഈ ഓൺലൈൻ ക്ലാസ് കേട്ട് കഴിഞ്ഞ് നമ്മൾക്ക് കുറച്ച് ശ്ലോകങ്ങളായി കഴിയുമ്പോൾ ഒരു മുഖാമുഖം ക്ലാസ് വയ്ക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ക്ലിയർ ചെയ്യാം. കാരണം അത് മാത്രമേ ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെ നടക്കുകയുള്ളൂ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് കഴിയാവുന്ന രീതിയിൽ മറുപടി തരാം. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരുന്നത് നമ്മൾക്ക് ഒരു മുഖാമുഖം ക്ലാസ് വെച്ചിട്ട് അതിൽ കൂടുതൽ വിശദീകരിക്കാം. അപ്പം ഓണ്ടോളജി എന്താണ്, എപ്പിസ്റ്റമോളജി എന്താണ്, ആക്സിയോളജി എന്താണെന്നൊക്കെ ഉള്ളത് കൂടുതൽ വിശദീകരിക്കേണ്ടതാണ്. അത് നമ്മൾക്ക് നേരിട്ട് ഉള്ള ക്ലാസ്സുകളിൽ വിശദീകരിച്ച് പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പം നമ്മൾ ഒറ്റ വാക്കിൽ മനസ്സിലാക്കുക,
എന്താണോ ആത്യന്തികമായി സത്യം എന്ന് നമ്മൾ അന്വേഷിക്കുന്ന ശാസ്ത്രം ഓണ്ടോളജി. അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ഇങ്ങനെ മാറിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ എപ്പിസ്റ്റമോളജി. ഇനി ഇതൊക്കെ പഠിച്ചതുകൊണ്ട് എന്താണ് ഉപയോഗം, എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് പഠിക്കുന്ന ശാസ്ത്രം ആക്സിയോളജി. അപ്പോൾ ഇവിടെ ആക്സിയോളജിയുടെ കാര്യം പറയുന്നില്ല, പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതുര വീണു വണങ്ങി ഓതിടേണം എന്നേ പറയുള്ളൂ. പക്ഷെ ഇങ്ങനെ ഓതിയത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇങ്ങനെ മനസ്സിലാക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ലേ? ജീവിക്കാം. പക്ഷെ അവിടെ അങ്ങനെ ജീവിക്കുമ്പോഴും ഇത് മനസ്സിലാക്കിയിട്ട് ജീവിക്കുമ്പോഴുമുള്ള ഒരു വളരെ പ്രധാനമായ ഒരു വ്യത്യാസം ഉണ്ട്. കാരണം നമ്മുടെ ജീവിതത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാതെ ജീവിക്കുമ്പോൾ നമുക്ക് ദുഃഖം വരുമ്പോൾ നമ്മൾ അതിയായി ദുഃഖിക്കുകയും ദുഃഖിച്ച് ജീവിതത്തെ ഒരു കഷ്ടം നിറഞ്ഞ ഒന്നായി കാണുകയും ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന് തോന്നുന്ന അവസ്ഥ പോലും വരുന്ന ഒരു അവസ്ഥ പലർക്കും ഉണ്ടാകാറുണ്ട്. അതുപോലെ ഒരു സന്തോഷം വന്നു കഴിഞ്ഞാൽ അത് അതിഭയങ്കരമായി സന്തോഷിക്കുക, അതിൽ അഹങ്കരിക്കുക, ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇത് രണ്ടിനെയും നമ്മൾ നോർമലൈസ് ചെയ്തുകൊണ്ട് ഇത് രണ്ടും ഒരു ആനന്ദത്തിൻ്റെ 2 വശങ്ങളാണെന്ന് മനസ്സിലാക്കി രണ്ടിനെയും നമ്മൾ ഒരു മധ്യസ്ഥലത്ത് നിന്നുകൊണ്ട് രണ്ടിനെയും ഇത് വന്നു പോകുന്ന 2 കാര്യങ്ങളാണ് ജീവിതത്തിൽ, അതിങ്ങനെ വരികയും പോവുകയും ഒക്കെ ചെയ്യും എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ സത്യത്തെ മനസ്സിലാക്കുമ്പോഴാണ് അതിങ്ങനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ ജീവിതത്തിൽ ദുഃഖവും സുഖവും ഒക്കെ വന്നു പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇത് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഓരോ സന്ദർഭങ്ങളിലും ഇങ്ങനെ ഇതിന് പിറകിലിരിക്കുന്ന ഒരു സത്യത്തെ മനനം ചെയ്തുകൊണ്ട് ആ സത്യത്തെ കാണാൻ ശ്രമിച്ചുകൊണ്ട് ഈ മന്ത്രം എപ്പോഴും ഉരുവിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ മന്ത്രത്തിൽ പറയുന്ന ആത്യന്തികമായ സത്യത്തെ മനനം ചെയ്തുകൊണ്ട് നിങ്ങൾ പകൽ സമയങ്ങളിലൊക്കെ ജീവിതത്തെ കണ്ടു നോക്കൂ. നിങ്ങളുടെ പ്രവൃത്തികളിൽ നിങ്ങൾ ഏർപ്പെട്ടു നോക്കൂ. കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ നിങ്ങൾ ഒരു നിതാന്തമായ ശാന്തിയും ഒരു ആത്മാനന്ദം, പരമാനന്ദം, നിങ്ങളെപ്പോഴും ആനന്ദത്തിലായിരിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതാണ് ഇതിൻ്റെ ആക്സിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമാധാനത്തിലും ആനന്ദത്തിലേക്കും, മറ്റേതാണെങ്കിൽ വെറും നൈമിഷികമായ സുഖങ്ങൾക്ക് പിറകെ നമ്മൾ പോകേണ്ടി വരും. പക്ഷേ അത്തരം സുഖങ്ങൾ വേണ്ടെന്നല്ല, അത്തരം സുഖങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നതോടൊപ്പം അതിന് പിറകിലുള്ള സത്യത്തെയും കൂടെ മനസ്സിലാക്കുമ്പോൾ നമ്മളെപ്പോഴും ആനന്ദത്തിൽ നമുക്ക് വർത്തിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആനന്ദം നിങ്ങളെ നിതാന്ത ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.